പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൊച്ചു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പരീക്ഷകളെല്ലാം കഴിഞ്ഞ് വെക്കേഷനൊക്കെയും കഴിഞ്ഞ് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടെയല്ലേ നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സിലിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് ഒന്ന് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജിയോഗ്രഫി വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. സ്ഥലമണ്ഡലം, വായുമണ്ഡലം, ജലമണ്ഡലം എന്നിവയെക്കുറിച്ചായിരുന്നു പ്രധാനമായും നമ്മൾ പഠിച്ചത്. വായുമണ്ഡലവും ജലമണ്ഡലവും സ്ഥലമണ്ഡലവും ഒരു മനുഷ്യനെ എത്രമാത്രം സ്വാധീനിക്കുന്നു, അന്തരീക്ഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു, ഇതിനൊക്കെ കുറിച്ചായിരുന്നു നാം പഠിച്ചിരുന്നത്. ജലവും വായുവും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് രണ്ടും മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നാണ്. അന്തരീക്ഷത്തിൽ നിന്നും നമുക്ക് സൗരോർജ്ജം ലഭിക്കുകയും ഓക്സിജൻ സ്വീകരിക്കുകയും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾക്ക് ലഭിക്കുമ്പോൾ അവ അതിലൂടെ വളരുകയും ചെയ്യുന്നു. അങ്ങനെ അന്തരീക്ഷവും മനുഷ്യനും തമ്മിൽ വളരെ നല്ലൊരു ബന്ധം ഇതിലൂടെ ഉണ്ടാകും. ഇതിനൊക്കെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ക്ലാസ് നമുക്കൊരു കഥയിലൂടെ ആസ്വദിക്കാം. വടക്കു പടിഞ്ഞാറ് ഫ്രാൻസിലെ ലാസ്കോ എന്ന സ്ഥലത്തെ രണ്ട് കുട്ടികളുടെ കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വേട്ടയാടലാണ് അവരുടെ പ്രധാനപ്പെട്ട വിനോദം. വേട്ടയാടലിനായി അവർ ഉപയോഗിച്ചിരുന്ന ഒരു പട്ടികയാണ്. പട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വേട്ടയാടുന്ന ഒരു പട്ടിയാണ്. ഇവർ പട്ടിയെ കൊണ്ട് കാടുകളിലൂടെ നടക്കുകയും പൊന്തൻ കാടുകളിൽ മാളങ്ങളിൽ നിന്നും കാട്ടുമുയലുകളെ എടുക്കുകയും അതിനുശേഷം ആ മുയലുകളുടെ മാംസം ഭക്ഷിക്കുകയും ഇവരുടെ ഒരു വിനോദമായിരുന്നു. അങ്ങനെ ഇവർ വേട്ടപ്പട്ടികളുമായി പൊന്തൻ കാടുകളിലെയും മാളങ്ങളിലും കാട്ടുമുയലുകളെ അന്വേഷിക്കുന്ന സമയത്ത് ഇവരുടെ വേട്ടപ്പട്ടി നഷ്ടപ്പെട്ടു പോകും. ഈ സമയത്ത് ഇവർ വളരെയധികം പരിഭ്രാന്തരാകുകയും വിഷമിക്കുകയും ചെയ്യും. അങ്ങനെ തുടർന്ന് ഇവർ വേട്ടപ്പട്ടിയെ അന്വേഷിക്കുന്ന ഒരു ചുമതലയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇവർ വളരെ മനോഹരമായ ഒരു ഗുഹ കാണും. ഗുഹയ്ക്കുള്ളിൽ കടക്കാനായിട്ട് ഇവർക്ക് വളരെയധികം പേടി അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഇവർ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കും തോറും ഗുഹയിൽ വളരെയധികം അന്ധകാരമായതുകൊണ്ട് ഗുഹയിലെ ഒരു കാര്യവും ഇവർക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. തുടർന്ന് ഇവരുടെ കയ്യിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് ഗുഹയിലേക്ക് കടക്കുകയും ഗുഹയിലെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുകയും ചെയ്യും. ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഗുഹയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം പേടി അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് അവർ ഗുഹാചിത്രങ്ങളിലെല്ലാം നോക്കിയപ്പോൾ വളരെയധികം ശ്രദ്ധയുള്ളതും അതുപോലെ തന്നെ ആകർഷണവുമായ ഗുഹാചിത്രങ്ങൾ അവർക്ക് കാണാനായി സാധിച്ചു. തുടർന്ന് അവർ ചിന്തിച്ചു, എങ്ങനെയാണ് ഈ ഗുഹാചിത്രങ്ങളുടെ ആവിർഭാവം. ഗുഹാചിത്രങ്ങളിലെ ഓരോ ചിത്രങ്ങളും അവർ നിരീക്ഷിച്ചു നോക്കി. ഓരോ ചിത്രങ്ങളിലും കാട്ടുപോത്ത്, മാൻ, പന്നി, കഴുത തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ് അവർക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. അതിൽ നിന്നും അവർ എന്തായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നവർ. ആദ്യകാല മനുഷ്യ ജീവിതമാണ് ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ആദ്യകാല മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഗുഹാചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ ഗുഹാചിത്രങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന അറിവ് എന്നത് ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നാണ്. ഈ മനുഷ്യൻ ജീവിച്ചിരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ ഉപയോഗിച്ചിരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളുടെയും അവർ വേട്ടയാടുന്ന സ്ഥലങ്ങളുടെയും എല്ലാം വിവരങ്ങൾ ഈ ഗുഹാചിത്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് ഗുഹാചിത്രങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ദർശിക്കാം.